Hey guys, welcome back to my YouTube channel. Yes, I am here. നമ്മൾ ഇന്ന് സ്റ്റൂൾ അനാലിസിസുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ക്ലിനിക്കൽ പത്തോളജി പോർഷനാണ്. നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടാണ് അല്ലേ? DMEയുടെ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് ഉടനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു മാസത്തിലായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഉടനെ കൺഫർമേഷൻ കൊടുക്കാനൊക്കെ വരും. സോ പഠിത്തം കാര്യമാക്കിക്കോ. ഞാനിവിടെ MLTയുടെ ടോപ്പിക്ക് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറ്റുകയാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നോക്കാം. എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ്, കാരണം എനിക്ക് ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടുള്ള പരിപാടികൾ ഒരു ലിമിറ്റുണ്ട്, ഫോണിൻ്റെ സ്റ്റോറേജ് മറ്റുള്ള പരിപാടികൾ എൻ്റെ. അപ്പോൾ അത് കാരണം എന്താ പറയുക, നിങ്ങൾക്കിപ്പം ഈ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ എടുക്കണം എന്ന് എനിക്കുണ്ട്. പക്ഷേ അത് എഴുതി കാണിക്കുകയും ഒക്കെ വേണം ഡയറക്റ്റായിട്ട്, എന്നാലേ നിങ്ങൾക്ക് പല കാര്യങ്ങളും സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അങ്ങനെ അല്ലാത്ത പോർഷൻസ് ഉണ്ടല്ലോ, ജസ്റ്റ് തിയറി പാർട്ടൊക്കെ എടുക്കാൻ ശ്രമിക്കാം. മറ്റേത് നോക്കാം, ശ്രമിക്കാം എന്നേ പറയുന്നുള്ളൂ. നമുക്ക് എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ ആദ്യം. യെസ്, അപ്പോൾ നമുക്ക് സ്റ്റൂൾ അനാലിസിസുമായിട്ട് മുന്നോട്ട് പോകാമല്ലോ. നെക്സ്റ്റ് നമ്മൾ യൂറിൻ പറഞ്ഞായിരുന്നു, സ്പ്യൂട്ടം പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ അടുത്തത് സ്റ്റൂൾ അനാലിസിസ് ആണ്. അപ്പോൾ എന്താണ് നമുക്കറിയാം അല്ലേ, നമ്മുടെ ഫിക്കൽ മാറ്റർ, നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റൂൾ അനാലിസിസ് നടത്തുന്നത്. ഓക്കെ അല്ലേ? അപ്പം സ്റ്റൂൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എന്താണ്? എന്തെങ്കിലും ആയിട്ടുള്ള എന്താ പറയുക, അൾസറേറ്റീവ് ലീഷൻസ് ഉണ്ടോ നമ്മുടെ ഈ ഒരു കുടൽ അല്ലേ, ചെറുകുടൽ വൻകുടൽ വരുന്ന ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റൂൾ അനാലിസിസ് ചെയ്യുന്നത്. ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ഡിസീസ് ഓഫ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് ടെസ്റ്റ് വിച്ച് റിവീൽ ദ പ്രസൻസ് ഓഫ് ബ്ലഡ്, അതാണ് മെയിനായിട്ട് നോക്കുക അല്ലേ. ബ്ലഡ് ഡിനോട്ട് അൾസറേറ്റീവ് ലീഷൻ സംവെയർ ഇൻ ദ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് എയ്തർ ഇൻഫ്ലമേറ്ററി ഓർ ആസ് എ റിസൾട്ട് ഓഫ് ക്യാൻസർ. ഓക്കെ അല്ലേ? ദെൻ അതുപോലെ തന്നെ സ്റ്റൂളിൽ മെയിനായിട്ട് നമ്മൾ പാരസൈറ്റ്സിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഏതൊക്കെയാണ്? എൻറ്റമീബ, ഹിസ്റ്റോളിറ്റിക്ക, അതുപോലെ വേരിയസ് ടൈപ്പ് ഓഫ് ടേപ്പ് വേം, പിൻ വേം, റൗണ്ട് വേം ആൻഡ് ഇറ്റ്സ് എഗ്. ഇതിൻ്റെയൊക്കെ എഗ് ഉണ്ടോ? ഇത്തരം നമുക്കറിയാമല്ലോ, നമ്മുടെ ഇതുപോലെ വേം ഇൻഫെക്ഷനൊക്കെ വരുന്ന സമയത്തൊക്കെ ഡോക്ടർമാർ സ്റ്റൂള് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കാറുണ്ട്. എങ്ങനെയാണ് സ്പെസിമെൻ കളക്ഷൻ മീൻസ് കളക്ട് ചെയ്യുന്നത്? യെസ്, അപ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള സാമ്പിൾ വേണം നമ്മൾ ഈ സ്റ്റൂൾ അനാലിസിസിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. വൈഡ് മൗത്തോട് കണ്ടെയ്നറിലാണ് നമ്മൾ എടുക്കുക. അതുപോലെ നമ്മുടെ സ്റ്റൂൾ സാമ്പിളിൽ എന്തെങ്കിലും പസ്സോ അല്ലെങ്കിൽ ബ്ലഡോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗം കൂടി ഈ നമ്മുടെ സാമ്പിൾ ലാബിൽ കൊടുക്കുന്ന സാമ്പിൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഫിസിക്കൽ എക്സാമിനേഷനിൽ പറയാനുള്ളത് എന്താണ് നോക്കുന്നത്? കൺസിസ്റ്റൻസി, കളർ, ബ്ലഡ്, ഓർഡർ, pH, ഒറ്റ നോട്ടത്തിൽ എന്താണോ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന അത്തരം സാധനങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ അഡൽട്ട് വേംസ് എന്തെങ്കിലും, അതായത് വേമായിട്ട് തന്നെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. നേരെ കെമിക്കൽ എക്സാമിനേഷനിലോട്ട് വരുമ്പോഴത്തേക്ക് ബ്ലഡ് ടെസ്റ്റ് ആണ് മെയിനായിട്ടും സ്റ്റൂളിൽ നമ്മൾ ചെയ്യാനുള്ളത്. ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറഞ്ഞാൽ സ്റ്റൂളിൽ ഹിഡൻ ആയിട്ടുള്ള ബ്ലഡ്, അതായത് ഒറ്റ നോട്ടത്തിൽ ബ്ലഡ് കാര്യങ്ങളൊന്നും കാണത്തില്ല, പക്ഷേ ആ നമ്മുടെ കുടലിൽ നിന്ന് ഫോമായി വരുന്ന ഈ സ്റ്റൂൾ സാമ്പിളിൻ്റെ അകത്ത് ബ്ലഡ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറയുന്നത്. മേ ബി എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ, അസുഖം ഉണ്ടെങ്കിൽ കേട്ടോ, എല്ലാവരെയും അല്ലേ. ഒക്കൾട്ട് ബ്ലഡ് ഈസ് സീൻ ഇൻ മാലിഗ്നൻസീസ്, അൾസർ, ഹെമറോയിഡ് എക്സെട്ര. എന്തെങ്കിലും ഇതുപോലത്തെ ക്യാൻസറോ അല്ലെങ്കിൽ എല്ലാ ഒക്കൾട്ട് ബ്ലഡും അങ്ങനെ ക്യാൻസർ ആണെന്നല്ല കേട്ടോ. എന്തെങ്കിലും ഒരു ലീഷൻ അൾസർ ഉള്ളവരിൽ വരാം. അതുപോലെ എന്തെങ്കിലും ഹെമറോയിഡ് മീൻസ് രക്തസ്രാവം എന്നൊക്കെ പറയില്ല, അങ്ങനെ എന്തെങ്കിലും അകത്ത് ബ്ലീഡിങ്, ഇന്റേണൽ ബ്ലീഡിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമ്മൾ സ്റ്റൂൾ സാമ്പിളിൻ്റെ അകത്ത് ബ്ലഡ് ഉണ്ടാവാം. ഓക്കെ, ഒക്കൾട്ട് ബ്ലഡ് ഇൻ സ്റ്റൂൾ വെർ ഡിറ്റക്റ്റഡ് ബൈ ബെൻസിഡിൻ ബേസ്ഡ് ടെസ്റ്റ്. പക്ഷേ ഇപ്പോൾ അത് ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. ബെൻസിഡിൻ ബേസ്ഡ് ടെസ്റ്റ് ഈസ് നൗ നോട്ട് യൂസ്ഡ് ഡ്യൂ ടു ദ കാർസിനോജനിസിറ്റി ഓഫ് ബെൻസിഡിൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഒരു ക്ലാസ്സിൽ പറഞ്ഞല്ലേ, നമ്മുടെ കാർസിനോജനിക് സബ്സ്റ്റൻസ് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ബെൻസിഡിൻ ഒക്കെ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? യെസ്, ഇറ്റ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ സ്ട്രിപ്പ് ടെസ്റ്റ്. ഇപ്പം സ്ട്രിപ്പ് ടെസ്റ്റ് ആണ് കേട്ടോ. ചിൽഡ്രൻ സസ്പെക്ടിങ് ലാക്ടോസ് ഇൻടോളറൻസ് അങ്ങനെ വരുന്ന ചിൽഡ്രൻസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റെഡ്യൂസിങ് സബ്സ്റ്റൻസ്, അതായത് ഈ ഷുഗറിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ്? ഏത് മെത്തേഡിലാണ് ഈ റെഡ്യൂസിങ് സബ്സ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ചെയ്യുന്നത്? അത് ബെനഡിക്ട് ടെസ്റ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ വരുന്നത് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ആണ്. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഓഫ് ഫീസസ് ക്യാൻ ബി ഡൺ ബൈ സലൈൻ പ്രിപ്പറേഷൻ ആൻഡ് അയഡിൻ പ്രിപ്പറേഷൻ ആണ്. അതായത് സലൈൻ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അയഡിൻ പ്രിപ്പറേഷൻ. ഇത് ലാബിൽ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ സ്റ്റൂൾ സാമ്പിൾ എടുക്കുന്നു, ഈ പറഞ്ഞ സലൈൻ ആയിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ നടക്കുന്നത്. ഇറ്റ് ഹെൽപ്പ് ഡിറ്റക്ഷൻ ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സെൽസ്, ക്രിസ്റ്റൽസ്, പ്രോട്ടോസോവ, ഓവ ഓഫ് ഇൻറ്റസ്റ്റൈനൽ പാരസൈറ്റ്. ഓക്കെ അല്ലേ? പാരസൈറ്റിൻ്റെ എന്താ പറയുക പാർട്ടുകളുണ്ടോ, അതായത് എഗ് ഉണ്ടോ, അതിൻ്റെ പ്രോട്ടോസോവ ഉണ്ടോ, അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ, ഈ അയഡിൻ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ സലൈൻ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദ അയഡിൻ പ്രിപ്പറേഷൻ ഈസ് യൂസ്ഫുൾ ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിഫറൻഷിയേഷൻ ഓഫ് പ്രോട്ടോസോവൽ എഗ്സ് ആൻഡ് സിസ്റ്റ്. എഗ്ഗും സിസ്റ്റും തമ്മിൽ വേർതിരിച്ചറിയാൻ വേണ്ടി അയഡിൻ പ്രിപ്പറേഷൻ ആണ് നമ്മൾ സഹായിക്കുന്നത്. ലൂഗോൾസ് അയഡിൻ സൊല്യൂഷൻ ആണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്.
ഓക്കെ, നമ്മൾ തിയററ്റിക്കൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ അങ്ങനെ പഠിച്ചു പോകേണ്ട, നമ്മൾ തിയറി എക്സാം അല്ല എഴുതുന്നത്. നമുക്ക് എന്താണ് PSCയുടെ പോയിന്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഒക്കൾട്ട് ബ്ലഡിനുള്ള ടെസ്റ്റ് ഏതാണ്? ബെൻസിഡിൻ ബേസ്ഡ് ടെസ്റ്റ് ആണ് വരുന്നത്. അതുപോലെ റെഡ്യൂസിങ് സബ്സ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ബെനഡിക് ടെസ്റ്റ് ആണ്. പിന്നെ അയഡിൻ പ്രിപ്പറേഷൻ ഉപയോഗിക്കുന്നത് ലോഗോൾസ് അയഡിൻ ആണ്. പിന്നെ ഓർക്കുക, അയഡിൻ പ്രിപ്പറേഷൻ ഈസ് യൂസ്ഫുൾ ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിഫറൻഷിയേഷൻ ഓഫ് പ്രോട്ടോസോവൽ എക്സ് ആൻഡ് സിസ്റ്റ്. പിന്നെ മെയിനായിട്ട് കാണപ്പെടുന്ന പാരസൈറ്റ് ആണ് പറഞ്ഞത് എൻഡമീബ. പിന്നെ അതുപോലെ തന്നെ ടേപ്പ് വേം, പിൻ വേം, റൗണ്ട് വേം എക്സെട്ര ആൻഡ് ഇറ്റ്സ് എഗ്. ഓക്കെ അല്ലേ? ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. പിന്നെ നേരെ നമുക്ക് ഡയറക്റ്റ് സലൈൻ വെറ്റ് മൗണ്ടും അതുപോലെ അയഡിൻ വെറ്റ് മൗണ്ടിൻ്റെ പ്രൊസീജിയർ അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം. ഡയറക്റ്റ് സലൈൻ വെറ്റ് മൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് പ്ലേസ് എ ഡ്രോപ്പ് ഓഫ് സലൈൻ ഓൺ ദ സ്ലൈഡ്. സലൈൻ വയ്ക്കുക ഒരു ഡ്രോപ്പ്. പിക്കപ്പ് സ്മാൾ എമൗണ്ട് ഓഫ് ഫീക്കൽ മാറ്റർ ഓൺ ദ എൻഡ് ഓഫ് ദ ആപ്ലിക്കേറ്റർ സ്റ്റിക്ക്. ജസ്റ്റ് എടുക്കുക, ഈ സലൈനിലായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ എക്സാമിൻ ചെയ്യുക. ഓക്കെ, ഫോർ ദ പ്രസൻസ് ഓഫ് എഗ്, ലാർവ ആൻഡ് പ്രോട്ടോസോവ. അത്രേ ഉള്ളൂ. ജസ്റ്റ് നോക്കുക, നേരെ ഡയറക്റ്റ് മറ്റേ സാധനം ഉണ്ടല്ലോ നമ്മുടെ കവർ ഗ്ലാസ് ഇട്ടിട്ട് നേരെ നോക്കുന്നു, അത്രേ ഉള്ളൂ. അയഡിൻ വെറ്റ് മൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ലൂഗോൾസ് അയഡിൻ ആണ്. നമ്മൾ മറ്റേ നേരത്തെ പറഞ്ഞില്ലേ സലൈൻ ഡ്രോപ്പ് വെച്ചു, അതിന് പകരം ലൂഗോൾസ് അയഡിൻ വയ്ക്കുന്നു. സ്മാൾ എമൗണ്ട് ഓഫ് ഫീക്കൽ മാറ്റർ ചെയ്യുന്നു. എമൾസിഫൈ ഇൻ ദ അയഡിൻ സൊല്യൂഷൻ ആൻഡ് കവർ വിത്ത് കവർ സ്ലിപ്പ്. എക്സാമിൻ ഓൺ ലോ ആൻഡ് ഹൈ പവർ ആസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പ്രീവിയസ് പ്രൊസീജിയർ. അത്രേ ഉള്ളൂ. ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. ഇതിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല. എന്താണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് നമുക്ക് വരുന്നത് സെമൻ അനാലിസിസ് ആണ്. സെമൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് അതർവൈസ് കാർഡ്. ഈ സെമൻ അനാലിസിസിന് ഓൾറെഡി നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് സെമിനോഗ്രാം എന്ന് പറഞ്ഞത് കേട്ടോ. യെസ്, semen is a composite secretion formed by testis, male reproductive organ, as well as the accessory gland. അറിയാമല്ലോ. semen analysis also called seminogram and it evaluates എന്താണ് male fertility or verifying the success of vasectomy or suspected cases of ഏതാണ് paternity in medico legal dispute. നമുക്കറിയാം വാസക്ടമി ചെയ്ത പേഷ്യൻസിൽ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഇങ്ങനെ വരുന്ന കണ്ടീഷൻസിലൊക്കെയാണ് സെമൻ അനാലിസിസ് പൊതുവേ നടത്തുന്നത് അല്ലേ. സെമൻ അനാലിസിസ് ഇസ് ഫസ്റ്റ് റിക്വസ്റ്റഡ് ബിഫോർ മോർ കോംപ്ലിക്കേറ്റഡ് ആൻഡ് എക്സ്പെൻസീവ് എക്സാമിനേഷൻ ഓഫ് ദ ഫീമെയിൽ ഇൻ ദ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്. കാര്യമൊന്നുമില്ല, നമുക്ക് വേണ്ട പോയിൻ്റേ അല്ല. സ്പെസിമെൻ കളക്ഷൻ എങ്ങനെയാണ്? ദ സാമ്പിൾ ഷുഡ് ബി collected after a minimum of 3 to 5 days of sexual abstinence. അത് ഓർത്തിരിക്കുക. സെമൻ സാമ്പിൾ ഷുഡ് ബി റീച്ച് ഇൻ ദ ലബോറട്ടറി വിത്തിൻ 30 minutes ഓഫ് കളക്ഷൻ. അത് ഓർത്തിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ലിമിറ്റ് ദ എക്സ്പോഷർ ഓഫ് ദ സെമൻ ടു ഫ്ലക്ച്വേഷൻസ് ഇൻ ടെമ്പറേച്ചർ അല്ലേ. നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുനിന്ന് വരുന്ന ഒരു ദ്രവമാണ് അല്ലേ. അപ്പോൾ അത് കുറേ നേരം പുറത്ത് വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ലാബിലെത്തിക്കുക. സെമൻ അനാലിസിസ് ഷുഡ് ബിഗിൻ വിത്ത് എ ഫിസിക്കൽ, അതായത് ഗ്രോസ് ഒറ്റ നോട്ടത്തിൽ എങ്ങനെയുണ്ട് എന്നുള്ള ആ ഒരു ഫിസിക്കൽ എക്സാമിനേഷനിൽ തന്നെയാണ് ഇതിനെ എന്താ പറയുക എക്സാമിനേഷൻ നടത്തുക. അതുപോലെ തന്നെ എന്താണ് ഇറ്റ് ഈസ് സൂൺ ആഫ്റ്റർ ലിക്വിഫാക്ഷൻ പ്രിഫറബിളി അറ്റ് 30 minutes ബട്ട് നോ ലോങ്ങർ ദാൻ 1 hour ആഫ്റ്റർ ഇജാക്കുലേഷൻ. അതായത് അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ എക്സാമിനേഷൻ നടത്തിയിരിക്കണമെന്നാണ് പറഞ്ഞത്, വേറൊന്നുമില്ല. ഫിസിക്കൽ എക്സാമിനേഷനിൽ പറയുന്നത് എന്തായിരിക്കും? ഒറ്റ നോട്ടത്തിൽ വോളിയം, വിസ്കോസിറ്റി, കളർ, റിയാക്ഷൻ ആൻഡ് ലിക്വിഫാക്ഷൻ ടൈം. ഇത്തരം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഒറ്റ നോട്ടത്തിൽ നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് അപ്പോൾ ലിക്വിഫാക്ഷൻ ടൈം എന്നുള്ളതാണ് പറയുന്നത്. വിത്തിൻ എ ഫ്യൂ മിനിറ്റ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ ദി സെമൻ യൂഷ്വലി ബിഗിൻസ് ടു ലിക്വിഫൈ ആൻഡ് കംപ്ലീറ്റ് വിത്തിൻ 30 minutes. അതായത് ആ ഇജാക്കുലേഷൻ നടന്ന് സെമൻ കളക്ട് ചെയ്ത് അടുത്ത ഒരു 30 മിനിറ്റിൻ്റെ ഉള്ളിൽ അതിൻ്റെ കൺസിസ്റ്റൻസി, അതായത് കൂടുതൽ അത് ലിക്വിഫൈ ആയിക്കൊണ്ടിരിക്കും. അതാണ് ആ ഒരു ലിക്വിഫാക്ഷൻ ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ടൈം ടേക്കൺ ടു ലിക്വിഫൈ ദ സെമൻ സാമ്പിൾ ആണ് ലിക്വിഫാക്ഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതും നമ്മുടെ ഒരു സ്റ്റഡി ചെയ്യുന്ന ഒരു കാര്യമാണ്, എത്ര ടൈമിനുള്ളിൽ എന്നുള്ളത് കേട്ടോ. യെസ്, ദെൻ വരുന്നത് മാക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഓഫ് സെമൻ ആണ്. അപ്പോൾ ലിക്വിഫാക്ഷൻ ടൈം ഓർത്തിരിക്കുക, എത്രയാണ്? ഏകദേശം 30 minutes. ഓക്കെ, അതൊന്നും അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. എന്താണ് ലിക്വിഫാക്ഷൻ ടൈം എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ സാമ്പിൾ കളക്ഷൻ 3 to 5 days ഓഫ് സെക്ഷൽ അബ്സ്റ്റിനൻസ് ആവശ്യമാണ്. പിന്നെ 30 minutes ലാബിൽ എത്തിക്കുക. അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ നോക്കി വെക്കേണ്ടത്. ഓക്കെ, ദെൻ മാക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. സെമൻ വിസ്കോസിറ്റി ആദ്യം നമുക്ക് പറയാനുള്ളത്. യെസ്, ഓക്കെ. The viscosity of the sample can be estimated by gently aspirating it into a plastic disposable pipette, allowing the semen to drop by gravity and observing the length of എനി ത്രെഡ്. അതായത് ഒന്നുമില്ല, വിസ്കോസിറ്റി അറിയാൻ വേണ്ടിയിട്ട് ഇതൊരു ഡിസ്പോസിബിൾ പിപ്പറ്റിലോട്ട് എടുക്കുന്നു, എന്നിട്ട് ഡ്രോപ്പ് ആയിട്ട് പോകുന്ന നോക്കുന്നു. എന്തെങ്കിലും ടൈപ്പ് അബ്നോർമാലിറ്റി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദ ഡ്രോപ്പ് വിൽ ഫോം എ ത്രെഡ് മോർ ദാൻ 2 centimeter ലോങ്, 2 centimeter നീളത്തിൽ ഇങ്ങനെ ഒരു ത്രെഡ് പോലെ ഫോം ചെയ്യും. അത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കളർ പറയുകയാണെങ്കിൽ ഗ്രേ ഒപ്പാലസെൻ്റ് കളറാണ്. ഈ ഒരു ഒപ്പേസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഒപ്പേക്ക് ഫോം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സ്പേം കോൺസെൻട്രേഷൻ അനുസരിച്ചിരിക്കും. അതായത് സ്പേമിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ ലെസ് ഒപ്പേക്ക് ആയിരിക്കും നമ്മുടെ സെമൻ്റെ കളർ എന്ന് പറയുന്നത്.
ദ കളർ മേ ബി റെഡ് ബ്രൗൺ വെൻ റെഡ് ബ്ലഡ് സെൽസ് ആർ പ്രസൻറ്റ്. അറിയാം, നമ്മൾ ഓരോ സാമ്പിളിലും പറഞ്ഞു ബ്ലഡ് ഉണ്ടെങ്കിൽ റെഡ് കളർ ആയിരിക്കും എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ സ്പെർമിൽ, അതായത് നമ്മുടെ സെമനിൽ ബ്ലഡ് വരുന്ന കണ്ടീഷനാണ് ഹീമോസ്പെർമിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ദെൻ ദ കളർ മേ യെല്ലോ ഇൻ ജോണ്ടിസ് ഓർ ഇൻ ടേക്കിംഗ് സർട്ടൻ വൈറ്റമിൻസ് ഓർ ഡ്രഗ്സ്. ചില മരുന്ന് എടുത്താൽ അല്ലെ ജോണ്ടിസ് ആണെങ്കിൽ ഓക്കെ എന്ത് സംഭവിക്കാമെന്ന് അറിയാമോ, കളർ യെല്ലോ കളറായിരിക്കും. ഓക്കെ അല്ലേ. നോർമൽ കളർ എന്താണെന്ന് ഓർത്തിരിക്കുക, ഗ്രേ ഒപ്പാലസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. വോളിയം വരുന്നത് അതാണ് ഇമ്പോർട്ടൻറ്റ്, 1.5 to 5 ml ആണ് വരുന്നത്. ഓക്കെ, 1.5 to 5 ml നോർമൽ വോളിയം ഓഫ് സെമൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ കൗണ്ടൊക്കെ വരുന്നുണ്ട് പുറകിൽ. മിക്കപ്പോഴും ഉള്ള ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് കൗണ്ട്. ഇപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയാമോ, ടോട്ടൽ വോളിയമാണ് 1.5 to 5 ml. ഓക്കെ അല്ലേ. യെസ്. റിയാക്ഷൻ ഓഫ് സെമൻ ഈസ് നോർമലി ആൽക്കലൈൻ ആണ്, അതായത് pH റേഞ്ച് 7.2 to 8. ഒരു ആൽക്കലൈൻ റേഞ്ചിലാണ് നമ്മുടെ ഇതിൻ്റെ ഒരു എന്താ പറയുക റിയാക്ഷൻ വരുന്നത്. ഡിക്രീസ് ഇൻ pH ഇൻ്റർഫിയർ വിത്ത് സെമൻ മോട്ടിലിറ്റി. കുറഞ്ഞാൽ അതിൻ്റെ മോട്ടിലിറ്റിക്ക് തകരാറ് സംഭവിക്കുന്നല്ല, അത് ആ ഒരു മോട്ടിലിറ്റിയെ ബാധിക്കുന്നു. ഓക്കെ, ദെൻ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? മോട്ടിലിറ്റി, പറഞ്ഞ പോലെ മോട്ടിലിറ്റി ചെക്ക് ചെയ്യാൻ, സ്പേം കൗണ്ട് നോക്കാൻ, അതുപോലെ സ്പേമിൻ്റെ മോർഫോളജി, ഇതിനൊക്കെയാണ് നമ്മൾ ഈ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ പറയുന്നത്. ഓക്കെ അല്ലേ. ദ പ്രസൻസ് ഓഫ് സെൽ അതർ ദാൻ സ്പെർമാറ്റോസോവ ആൻഡ് ക്ലംപിംഗ് ഓഫ് സ്പെർമാറ്റോസോവ ക്യാൻ ബി ഒബ്സർവ്ഡ് യൂസിങ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതര, അതായത് നോർമൽ അല്ലാത്ത കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കിത് വെച്ച് ഈ ഒരു മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിലൂടെ അറിയാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ. യെസ്. ദെൻ ഡിറ്റക്ഷൻ ഓഫ് മോട്ടിലിറ്റി. മോട്ടിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എ ഡ്രോപ്പ് ഓഫ് വെൽ മിക്സ്ഡ് ലിക്വിഫൈഡ് സെമൻ ഈസ് പ്ലേസ്ഡ് ഓൺ എ ക്ലീൻ ഗ്ലാസ് സ്ലൈഡ് ആൻഡ് പുട്ട് എ കവർ ഗ്ലാസ് വയ്ക്കുന്നു. എക്സാമിൻ അണ്ടർ ഹൈ പവർ ഒബ്ജക്റ്റീവ് ഫോർ ദ മോട്ടിലിറ്റി ഓഫ് സ്പെർമാറ്റോസോവ ഇൻ അറ്റ്ലീസ്റ്റ് 10 ഫീൽഡ്. റിപ്പോർട്ട് ഇൻ പെർസെൻറ്റേജ് ആൻഡ് ഗ്രേഡഡ് ആസ് റാപ്പിഡ് പ്രോഗ്രസീവ് മോട്ടൈൽ, അതായത് ആക്റ്റീവ് എന്ന് പറയും, സ്ലോ പ്രോഗ്രസീവ് മോട്ടൈൽ, അതായത് സ്ലഗിഷ് എന്ന് പറയും, ഇമ്മോട്ടൈൽ. ഇങ്ങനെ 3 തരത്തിലുള്ള നമ്മൾ റീഡ് ചെയ്യും. ഒന്നുമില്ല, നേരെ ഒരു ഡ്രോപ്പ് എടുക്കുന്നു, കവർ സ്ലിപ്പ് എടുക്കുന്നു, നോക്കുന്നു, ഒരു 10 ഫീൽഡ് നോക്കുന്നു, എന്നിട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, അതനുസരിച്ച് റാപ്പിഡായിട്ട് മൂവ് ചെയ്യുന്ന, അതായത് ആക്റ്റീവായിട്ടുള്ളതിനെ നമ്മൾ റാപ്പിഡ് പ്രോഗ്രസീവ് മോട്ടൈൽ എന്ന് പറയും. അതല്ല കുറച്ച് സ്ലഗിഷ് ആണെങ്കിൽ അതിനെ സ്ലോ പ്രോഗ്രസീവ് മോട്ടൈൽ എന്ന് പറയും. മൂവ് ചെയ്യുന്നേ ഇല്ലെങ്കിൽ നമ്മൾ പറയും ഇമ്മോട്ടൈൽ ആണെന്ന് പറയും. ഓക്കെ, അതത്രയേ ഉള്ളൂ. പിന്നെ സ്പേം കൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ കൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ദ നോർമൽ സ്പേം കൗണ്ട് 80 to 160 മില്യൺ പെർ ml ആണ്. ഒരു ml-ലാണ് 80 to 160 പറയുന്നത്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. പെർ ml ആണ് വരുന്നത്, ചോദിക്കാറുണ്ട്. ഓക്കെ, അതിൻ്റെ പ്രൊസീജിയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ നോക്കിക്കുക. നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല, നമുക്ക് കൗണ്ട് മാത്രം മതി. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. 80 to 160 മില്യൺ പെർ ml ആണ്. മറ്റേത് അതിൻ്റെ എന്താ പറയുക, ജസ്റ്റ് വായിച്ചു വിട്ടേക്കാം ഞാൻ. ദി നമ്പർ ഓഫ് സ്പേംസ് ഇൻ സാമ്പിൾ ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ഇൻ എ കൗണ്ടിങ് ചേംബർ ആഫ്റ്റർ ഡയലൂട്ടിങ് ദ സെമൻ. കൗണ്ടിങ് ചേംബർ ഉപയോഗിച്ചാണ് ഇത് കൗണ്ട് ചെയ്യുന്നത്. ആഫ്റ്റർ ലിക്വിഫാക്ഷൻ ജെന്റലി മിക്സ് ദ സ്പെസിമെൻ ആൻഡ് ഡ്രോ ഇറ്റ് അപ്പ് ടു ദ 0.5 മാർക്ക് ഓഫ് എ WBC പിപ്പറ്റ്. ഉപയോഗിക്കുന്നത് WBC പിപ്പറ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. MLT ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ അറിയാം, അല്ലാത്തവർ ജസ്റ്റ് പഠിച്ചു പോയി. ഇതൊക്കെ നമ്മൾ സെൽസ് ആയാലും സ്പേം കൗണ്ട് ആയാലും അല്ലെ നമ്മുടെ ബ്ലഡിലെ സെൽസിൻ്റെ കൗണ്ട് ചെയ്യാനായിട്ടാണെങ്കിലും ഉപയോഗിക്കുന്ന സാധനമാണ് കൗണ്ടിങ് ചേംബർ എന്ന് പറയുന്നത്. അതിനുപയോഗിക്കുന്ന പ്രത്യേക പിപ്പറ്റാണ് ഈ WBC പിപ്പറ്റ്, RBC പിപ്പറ്റ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്പേം കൗണ്ടിന് ഉപയോഗിക്കുന്നത് WBC പിപ്പറ്റാണ്, ഓർത്തിരിക്കുക. 0.5 മാർക്ക് വരെ നമ്മൾ സാമ്പിൾ എടുക്കുന്നു. ദെൻ ഡ്രോ ദ ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ്, അതായത് സോഡിയം ബൈകാർബണേറ്റ് ഫോർമാലിൻ ഫ്ലൂയിഡാണ്. സോഡിയം ബൈകാർബണേറ്റ് ഫോർമാലിൻ, സോഡിയം ബൈകാർബണേറ്റും ഫോർമാലിനും ഒക്കെ ഓർത്തിരിക്കുക. ഫ്ലൂയിഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതും ബാക്കി 11 മാർക്ക് വരെ, അതായത് നമ്മുടെ ഈ പിപ്പറ്റിൽ 0.5 11 ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് കണ്ടവർക്കറിയാം. അപ്പോൾ 0.5 വരെ സാമ്പിൾ എടുക്കുന്നു. 11 മാർക്ക് ആവുന്നിടം വരെ സോഡിയം ബൈകാർബണേറ്റ് ഫോർമാലിൻ ഫ്ലൂയിഡാണ് നമ്മൾ എടുക്കുന്നത്. അത് എന്തിനു വേണ്ടി, ഡയലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് മിക്സ് ചെയ്യുന്നു. Charge the counting chamber, keep for 5 minutes and then count the number of sperms in the 4 corner square under low power objective. Count only those spermatozoa which are complete, that is with the head, body and tail. അപ്പോൾ നമ്മുടെ സ്പെർമിൻ്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഹെഡ് ഉണ്ട്, ബോഡി ഉണ്ട്, ടെയിൽ ഉണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്പെർമിനെ മാത്രമേ കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് സ്പെർമാറ്റോസോവ പെർ ml ഓഫ് ദ സാമ്പിൾ ബൈ മൾട്ടിപ്ലൈയിങ് ദ നമ്പർ ഓഫ് സ്പെർം കൗണ്ടഡ് ബൈ 50,000. അതായത് എത്ര എണ്ണം നമ്മുടെ ഒരു എന്താ പറയുക കൗണ്ടിങ് ചേമ്പറിൽ നമ്മൾ എണ്ണി എടുത്തോ അതേ ഇൻറ്റു 50,000 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേഷൻ വരുന്നത്. ദ നോർമൽ സ്പേം കൗണ്ട് ഈസ് 80 to 160 മില്യൺ പെർ ml. അപ്പം കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത് ഈ നോർമൽ സ്പേം കൗണ്ട് മാത്രമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റിയാൽ നല്ലത്. എങ്ങാനും ചോദിച്ചാലോ, WBC പിപ്പറ്റ് ആണ്, ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ്
എന്താണെന്നാ പറഞ്ഞത്, സോഡിയം ബൈകാർബണേറ്റ്, ഫോർമാലിൻ മിക്സ് ചെയ്തതാണ്, കണ്ടൻറ്റ് വരുന്നതാണ് നമ്മുടെ ഡയലൂട്ടിങ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 4 കോർണർ സ്ക്വയർ ആണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 50,000 ആണ്. നോർമൽ സ്പെർം കൗണ്ട് 80 to 160 ml/ml ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് ചില ടേംസ് പഠിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. സെമിനൽ ഫ്ലൂയിഡ് വിച്ച് കണ്ടെയ്ൻ ഡിക്രീസ്ഡ് നമ്പർ ഓഫ് സ്പെർമാറ്റോസോവ, കുറവാണ് എന്നാൽ നമ്മൾ പറയും ഒളിഗോസ്പെർമിയ എന്നുള്ള കണ്ടീഷൻ. അതായത് നോർമൽ കൗണ്ട് എത്രയാണ്? 80 to 160 ml/ml ആണ്. അപ്പോൾ കുറവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒളിഗോസ്പെർമിയ എന്ന് പറയും. ഇനി സ്പെർം ഇല്ല, നോ സ്പെർം, അങ്ങനെയാണെങ്കിൽ അസോസ്പെർമിയ എന്ന് പറയും. എന്ത് പറയും? അസോസ്പെർമിയ എന്ന് പറയും. ശരി, സ്പെർം എന്ന് പറയുന്നത് നോൺ വയബിൾ ആണ്, അല്ലെ നോൺ മോട്ടൈൽ ആണ് എന്നാൽ നമ്മൾ പറയും നെക്രോസോസ്പെർമിയ എന്ന് പറയും. ഈ 3 ടേം. ഒളിഗോ എന്താണ്? കുറവാണ്. അസോ ആബ്സെൻ്റ് ആണ്, ഇല്ല. നെക്രോ മീൻസ് നോൺ മോട്ടൈൽ അല്ലെങ്കിൽ നോൺ വയബിൾ ആണ്, അത് നെക്രോസോസ്പെർമിയ. ഓർത്തിരിക്കണം കേട്ടോ. ദെൻ സ്പെർം മോർഫോളജിയിലോട്ട് വരികയാണ്. സ്പെർം മോർഫോളജി ഈസ് ഇവാലുവേറ്റഡ് ബൈ ദ എക്സാമിനേഷൻ ഇൻ ദ സ്റ്റെയിൻഡ് സ്മിയർ. After assessing approximately 200 spermatozoa, report the percentage of normal and abnormal form. Normal semen contain less than 20%, abnormal ഫോംസ്. നമ്മൾ സെമൻ സാമ്പിൾ എടുത്തതിൻ്റെ മോർഫോളജി, അതായത് ഹെഡ് ഉണ്ടോ, ബോഡി ഉണ്ടോ, ടെയിൽ ഉണ്ടോ, ഈ 3 സാധനം ഇങ്ങനെ നോക്കും. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എന്താ പറയുക, എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ലൈക്ക് പിക്ചറൈസേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 20% അബ്നോർമൽ ഫോം സാധാരണ ഉണ്ടാവാറുണ്ട്. അതിൽ കൂടുതലുണ്ടോ, അതെല്ലാം അങ്ങനെയാണോ, അതായത് അബ്നോർമൽ ഫോം ആണോ എന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ നോക്കും എന്നാണ് പറയുന്നത്. ദെൻ നോർമൽ സ്പെർം മോർഫോളജി ഇതാ കിടപ്പുണ്ടല്ലോ. സ്പെർമാറ്റോസോവ കൺസിസ്റ്റ് ഓഫ് എ ഹെഡ്, നെക്ക്, മിഡിൽ പീസ് അഥവാ മിഡ് പീസ് ആൻഡ് ഹെൻ പീസ്. ഓക്കെ, ഒരു ഹെഡ് ഉണ്ട്, ഒരു ബോഡി ഉണ്ട്. ബോഡി എന്ന് പറയുമ്പോഴത്തേക്ക് നെക്ക് ഉണ്ട്, മിഡിൽ പീസ് ഉണ്ട്, അതുപോലെ എൻ പീസ്, അതിനെയാണ് നമ്മൾ ടെയിൽ എന്ന് പറയുന്നത്. ഫോർ എ സ്പെർമാറ്റോസോൺ ടു ബി കൺസിഡേർഡ് നോർമൽ, ബോത്ത് ഇറ്റ്സ് ഹെഡ് ആൻഡ് ടെയിൽ മസ്റ്റ് ബി നോർമൽ ആയിരിക്കണം. All borderline forms should be considered abnormal. The head should be smooth and oval in shape. Oval ഷേപ്പിലാണ് ഹെഡ് വരിക. The midpiece should be slender, regular and about the same length as the sperm head. ഓക്കെ, ഇതൊന്നും വലിയ കാര്യമില്ല. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു പോയാൽ മതി. ആ ഒരു എന്തുണ്ട്, ഹെഡുണ്ട്, ബോഡിയുണ്ട്. അതായത് ഹെഡിൽ നിന്ന് ബോഡിയിലോട്ടൊരു നെക്ക് വരുമല്ലോ, അത് തന്നെ നെക്ക്, മിഡിൽ പീസ് എന്ന് പറഞ്ഞാൽ ബോഡി, പിന്നെ ടെയിൽ എൻഡ് അഥവാ എൻഡ് പീസ്. ഈ ഒരു സ്ട്രക്ചറിലാണെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയാൽ മതി, മനസ്സിലുണ്ടായാൽ മതി കേട്ടോ. യെസ്, സോറി. Chemical examination. A chemical analysis of semen sample involves the detection of the following analyte: acid phosphatase. ഓർത്തിരിക്കുക. ആസിഡ് ഫോസ്ഫേറ്റേസ് എന്ന് പറയുന്നത് ടു ഇവാലുവേറ്റ് ദ സെക്രട്ടറി ഫംഗ്ഷൻ ഓഫ് ദ പ്രോസ്റ്റേറ്റ് ആൻഡ് യൂസ്ഡ് ഇൻ ദ ഫോറൻസിക് അനാലിസിസ്. ആസിഡ് ഫോസ്ഫേറ്റേസ് ആണ്, ഇതൊരു എന്താ പറയുക, എൻസൈം ആണ് കേട്ടോ. സെക്രട്ടറി ഫംഗ്ഷൻ ഓഫ് ദ പ്രോസ്റ്റേറ്റ്, അതാണ് മെയിനായിട്ടും. അത് ചോദിക്കാറുണ്ട്, ഏത് എൻസൈമാണ് നോക്കുന്നതെന്നുള്ളത്. പിന്നെ ഫ്രക്ടോസ് ചെക്ക് ചെയ്യാറുണ്ട്. ഫ്രക്ടോസ് ഈസ് ദ സോഴ്സ് ഓഫ് എനർജി ടു സ്പെർം, അതും ചോദിക്കാറുണ്ട്. എന്താണ്, അതായത് നമ്മൾ ഈ സ്പെർമിന് മൂവ് ചെയ്യാനൊക്കെ എനർജി വേണ്ടേ, അപ്പോൾ അതിനുള്ള സാധനം സെമനിൽ എന്താ ഉള്ളത്, ഏത് ഷുഗറാണ്? ഫ്രക്ടോസ് ആണ്. ഓർത്തിരിക്കാൻ മറക്കാനേ പാടില്ല. ഫ്രക്ടോസ് കോൺസെൻട്രേഷൻ ഇൻഡിക്കേറ്റ് വയബിലിറ്റി ഓഫ് സ്പെർം ഇൻ സാമ്പിൾ. ഓക്കെ, അത് ഓർത്തിരിക്കുക. അപ്പോൾ 2 കെമിക്കൽസ് അല്ലെങ്കിൽ എന്താ പറയുക, യെസ്, കെമിക്കൽ എക്സാമിനേഷനിൽ നോക്കുന്ന 2 സാധനം, ഒന്ന് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഫോസ്ഫേറ്റേസ് ആണ്, ദെൻ ഫ്രക്ടോസ്. 2 സാധനങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, യെസ്. നമുക്കിനി അടുത്ത സാധനം, അടുത്ത ക്ലിനിക്കൽ പത്തോളജിയിൽ വരുന്ന സാധനമാണ് CSF എന്ന് പറയുന്നത്. CSF ആൻഡ് അതർ ബോഡി ഫ്ലൂയിഡ്സ്. ജസ്റ്റ് നമുക്ക് അതുകൂടെ നോക്കാം. സെമൻ അനാലിസിസിലൊന്നുമില്ല. സ്പെർമിൻ നോർമൽ കൗണ്ട് 80, എനിക്ക് തന്നെ തിരിഞ്ഞു പോകുന്നത്. 80 to 160, മറക്കരുത്, തിരിഞ്ഞു പോകരുത്. 80 to 160 ആണ്. 150 എന്നൊക്കെ തരും, 150 to 200 എന്നൊക്കെ തരും. അല്ല 80 to 160 ആണ്. 80 to 160 million/ml ആണ്, പെർ ഡെസിലിറ്റർ അല്ല, പെർ ml ആണ്. സോ ആ ഒരു കാര്യം നിങ്ങൾ മറക്കാനേ പാടില്ല. പിന്നെ ടേംസ് ഒളിഗോസ്പെർമിയ, അസോസ്പെർമിയ, നെക്രോസോസ്പെർമിയ, ഇത്തരം സാധനങ്ങളും മറക്കാൻ പാടില്ല. പിന്നെ ഇതിനകത്തൊന്നും അങ്ങനെ ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല. ആസിഡ് ഫോസ്ഫേറ്റേസ് ചോദിച്ചിട്ടുണ്ട്, ഫ്രക്ടോസ് ചോദിച്ചിട്ടുണ്ട്. നോർമൽ 1.5 to 5 ml ആണ് എൻ്റെ ടോട്ടൽ നോർമൽ വോളിയം വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മറക്കരുത്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അത് കളക്ഷൻ്റെ ആ ഒരു 3 to 5 days ആണ്, അല്ലേ? 3 to 5 days തന്നെയല്ലേ അത്? 3 to 5 days ഓഫ് സെക്ഷൽ അബ്സ്റ്റിനൻസ് മറക്കരുത്. ലിക്വിഫാക്ഷൻ ടൈം എന്താണെന്നുള്ളത് മറക്കരുത്. കോമൺലി ഒരു 30 minute അല്ലെ 30 to 1 എന്നൊക്കെ തരാണെങ്കിൽ, 30 to 60 minute എന്നൊക്കെ ഓപ്ഷന് തരാണെങ്കിൽ ഓക്കെയാണ്. അതങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, ഇൻ കേസ് ചോദിച്ചാലും. ഇത്രയേ ഉള്ളൂ സെമൻ അനാലിസിസിൽ കോമൺ ആയിട്ട് പറയാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ. യെസ്, നെക്സ്റ്റ് വരുന്നത് ഹീമോസ്പെർമിയ മറക്കരുത്. പ്രസൻസ് ഓഫ് RBCs ഇൻ ദ സെമനാണ്, ഓർത്തിരിക്കുക. CSF അനാലിസിസ്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്താണ് സാധനം? ഇറ്റ്സ് എ ക്ലിയർ വാട്ടറി ഫ്ലൂയിഡ് സർക്കുലേറ്റിംഗ് ഇൻ ദ സബ് അറാക്നോയിഡ് സ്പേസ്. ഓർത്തിരിക്കുക, സബ് അറാക്നോയിഡ് സ്പേസ് എറൗണ്ട് ദ സ്പൈനൽ കോഡ് ആൻഡ് ബ്രെയിൻ. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ,
It protects the brain and spinal cord from injuries, also act as the transport medium for transport of substance between the tissue of brain and spinal cord and blood. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് അറിയത്തില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഓട്ടിക്കും. കാരണം എന്ന് വെച്ചാൽ എന്താണ് CSF, അതുപോലെ പ്ലൂറൽ ഫ്ലൂയിഡ്, ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻ എന്താണ്? മെയിനായിട്ടും പ്രൊട്ടക്ഷനാണ്. അതാത് ഓർഗനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ മെയിൻ ഫംഗ്ഷൻ അല്ലേ. പിന്നെ CSF ഓൾസോ ആക്ട് ആസ് ദ ട്രാൻസ്പോർട്ട് മീഡിയം ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ് ബിറ്റ്വീൻ ദ എന്തൊക്കെ തമ്മിൽ ബ്രെയിൻ ടിഷ്യൂവും അതുപോലെ ബ്ലഡും. ബ്ലഡിൽ നിന്നുള്ളത് ബ്രെയിന് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് CSF വേണം. CSF അല്ലാതെ ബ്ലഡിനെ ഡയറക്റ്റ് അങ്ങ് കയറ്റി വിടുമെന്നില്ല, എന്നാൽ കൊണ്ടുപോയിക്കാൻ പറഞ്ഞിട്ട്, അതായത് പ്രൊട്ടക്റ്റ് ചെയ്യല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ബ്ലഡിൽ നിന്നുള്ള സാധനങ്ങൾ CSFിലേക്കും സ്പൈനൽ കോഡിൽ നിന്നുള്ള സാധനങ്ങൾ തിരിച്ചും കൊടുക്കും. ആര് കൈമാറും? CSF കൈമാറും. ഓർത്തിരിക്കുക, ചുമ്മാ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓർത്തിരിക്കുക, അറിഞ്ഞു വയ്ക്കാം. ഫംഗ്ഷൻ അല്ലാത്ത ഏതെന്നുള്ള രീതി മേ ബി ചോദിക്കാം. Examination of CSF is done for the diagnosis of various diseases like meningitis, tumor of central nervous system. ഇതൊക്കെ നോക്കും. പ്രധാനമായിട്ടും മറ്റേ മെനിഞ്ചൈറ്റിസിൻ്റെ ചോദിക്കാറുണ്ട്. ഏത് സാമ്പിളാണ് താഴെ പറയുന്നതിൽ ഏത് സാമ്പിളാണ് മെനിഞ്ചൈറ്റിസ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അതേതാണ്? CSF ആണ്. CSF is collected by lumbar puncture under aseptic precautions. lumbar punctureും പഠിക്കണം, നമുക്ക് നോക്കാം. A special type of needle അഥവാ lumbar puncture needle is used for the specimen collection. Okay. The puncture site is cleaned with the iodine and spirit. പറയുന്നുണ്ട് ഏതാണെന്നുള്ളത്, അത് നിങ്ങൾ ഓർത്തിരിക്കണം. 4th and 5th lumbar vertebrae ഇടയിരിക്കും നമ്മൾ ഈ കുത്തി എടുക്കുന്ന കേട്ടോ. ഓർക്കുക, 4ഉം 5ഉം ആണേ ചോദിക്കാറുണ്ട്. നോക്കാം. The needle is carefully introduced into the subarachnoid space. In adult, the needle is usually administered between the spines of 3rd and 4th lumbar vertebra. അഡൾട്ടിൽ L3 L4ഉം ചിൽഡ്രൻസിലാണ് 4ഉം 5ഉം വരുന്നത് കേട്ടോ. തിരിഞ്ഞു പോകരുത്. അഡൾട്ടിൽ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കോണേ. അതായത് CSF will flow through the needle. In adult, the needle is usually administered between the spines of 3rd and 4th lumbar vertebra. In children, in small children, it is done between 4th and 5th lumbar vertebra. നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത് കേട്ടോ. അഡൾട്ടിൽ L3 L4, ചിൽഡ്രൻസിൽ L4 and L5 ഓർക്കണേ. CSF pressure is measured by glass manometer. എന്താണ് സാധനം ഉപയോഗിക്കുന്നത്? ഗ്ലാസ് മാനോമീറ്റർ ആണ്. Then 6 to 8 ml CSF is usually collected for a routine examination in the 3 sterile containers. അപ്പം CSFിൻ്റെ കളക്ഷൻ നിങ്ങളൊന്ന് ഓർത്തിരിക്കേണ്ടതാണ്. ഞാനിത് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ പറയും കൂടി ചെയ്യാം. അതായത് CSF നമ്മൾ കളക്ട് ചെയ്തിട്ട് 3 കണ്ടെയ്നേഴ്സിലായിട്ടാണ് എടുക്കുന്നത്, അതായത് 3 ലാബിലേക്ക്. ഓക്കെ, എത്ര ml എടുക്കുമെന്ന് ചോദിച്ചാൽ 6 to 8 ml ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ ഈ ഒരു 3ആയിട്ട് എടുക്കും എന്നുള്ള കാര്യം മൈൻഡിൽ എപ്പോഴും ഇട്ടേക്കണം. കാരണം ഓപ്ഷൻസിൽ അത് വരാറുണ്ട്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ 3ആയിട്ട് എടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ ആലോചിക്കുമ്പോൾ സാമ്പിൾ എടുത്ത് 3ആയിട്ട് തിരിക്കുമോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ CSFിൻ്റെ കാര്യത്തിൽ അങ്ങനെയുണ്ട്, 3 ലാബിലോട്ടായിട്ട് എടുക്കും. നമുക്കിതൊന്ന് ജസ്റ്റ് ഞാൻ ഈ ഒരു പാരഗ്രാഫ് മൊത്തം വായിച്ചുതരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്? CSF is collected by lumbar puncture under aseptic precaution. A special type of needle അഥവാ lumbar puncture needle is used for specimen collection, usually collected by an experienced clinician, അതായത് physician. The puncture site is cleaned with the iodine and spirit. The needle is carefully introduced into the subarachnoid space. When the needle tip is reached the correct depth, remove the സ്റ്റില്ലറ്റ്, നമ്മൾ കയറ്റുന്ന സാധനം റിമൂവ് ചെയ്യും. CSF will flow through the needle. In adult, the needle is usually administered between the spines of 3rd and 4th lumbar vertebrae, L3 and L4. In small children, it is done between 4th and 5th lumbar vertebrae. CSF pressure is also measured using a glass manometer. ദെൻ അന്നേരം തന്നെ നമ്മൾ നോക്കും കേട്ടോ, ഈ പ്രഷർ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഗ്ലാസ് മാനോമീറ്റർ വെച്ചിട്ട് നമ്മൾ നോക്കും, അറ്റാച്ച് ടു ദ നീഡിൽ. 6 to 8 ml CSF is usually collected for routine examination in 3 sterile containers. First few drops in the first container for bacteriological investigation, major portion in the second tube for biochemical investigation, and the rest for cytological investigation in the third tube. ഇതാണ് ഫസ്റ്റ് ബാക്ടീരിയോളജി, സെക്കൻഡ് ബയോകെമിസ്ട്രി, തേർഡ് സൈറ്റോളജി. ഓർത്തിരിക്കണം, ഫസ്റ്റ് ബാക്ടീരിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, സെക്കൻഡ് വരുന്നത് ബയോകെമിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, ആൻഡ് ദ റെസ്റ്റ് ഫോർ സൈറ്റോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ദ തേർഡ് ട്യൂബ്. എക്സാമിനേഷൻ ഓഫ് CSF ഷുഡ് ബി ഡൺ വിത്തിൻ 1 hour ആഫ്റ്റർ കളക്ഷൻ. അതും നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഫിസിക്കൽ എക്സാമിനേഷനിൽ പറയാനുള്ള എന്താണെന്നറിയാമോ? സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് 1.003. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിക്കോളാം. 1.003. CSF specimen should be processed immediately after collection. Average volume of CSF എന്ന് പറയുന്നത് 100 to 150 ml ആയിരിക്കും വരുന്നത് കേട്ടോ. നമ്മൾ 6 to 8 ml ആണല്ലേ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ആവറേജ് വോളിയം CSFിൻ്റെ മൊത്തം പറയുകയാണെങ്കിൽ 100 to 150 ml ആണ്. അതിൽ നിന്നാണ് നമ്മൾ 6 to 8 കളക്ട് ചെയ്യുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത് 1.003 ആണ്. ദെൻ
Turbidity may be due to the presence of RBC, leukocytes or bacteria. Yellow color due to the old hemorrhage, severe jaundice or spinal constriction. അങ്ങനെ കളർ നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ തന്നെ ബ്ലഡി ആണ് ഡ്യൂ ടു ട്രോമ ഡ്യൂറിങ് കളക്ഷൻ സബറാക്നോയിഡ് ഹെമറേജ്. അതായത് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ മേ ബി ബ്ലഡും കൂടെ കളരാൻ സാധ്യതയുണ്ട്. ഇൻ ട്യൂബർകുലോസിസ് മെനിഞ്ചൈറ്റിസ് ദ ക്ലോട്ട് അപ്പിയേഴ്സ് ആസ് എ കോബ് വെബ്. അതാണ് നമ്മുടെ പോയിന്റ്. കോബ് വെബ് അപ്പിയറൻസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് CSFലാണ് നമ്മൾ കോബ് വെബ് അപ്പിയറൻസ് പറയുക. ഇൻ ട്യൂബർകുലോസിസ് മെനിഞ്ചൈറ്റിസിലാണ് ഒരു ക്ലോട്ട് അപ്പിയർ ആസ് കോബ് വെബ്. അത് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. കോബ് വെബ് അപ്പിയറൻസ് ട്യൂബർകുലോ മെനിഞ്ചൈറ്റിസ് ആണ് കേട്ടോ. ട്യൂബർകുലോസിസ് മെനിഞ്ചൈറ്റിസിൽ എന്താണ്? കോബ് വെബ് അപ്പിയറൻസ് ഉണ്ടാവും. ആ വേർഡ് നിങ്ങൾ ഓർത്തിരിക്കുക, കോബ് വെബ്. ഇവിടെ ഉണ്ടല്ലോ. യെസ്, ഒന്നുമില്ല. എന്താ പറഞ്ഞത്? സ്പെസിഫിക് ഗ്രാവിറ്റി 1.003. പിന്നെ ഒരു ടർബിഡ് ആയിരിക്കും ഈ നമ്മുടെ CSF എന്ന് പറയുന്നത്. എന്താണ് അതിലുള്ളത്? ലൂക്കോസൈഡ്സ് ആണ് കോമൺ ആയിട്ട് ഉണ്ടാവുക. RBC ഉണ്ടാവാം. അത് ഈ ട്രോമ നമ്മുടെ ഈ ഒരു സാധനം കളക്ട് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇതായിരിക്കും. അബ്നോർമലി അങ്ങനെ സാധാരണ ഉണ്ടാവാറില്ല. മെയിനായിട്ട് ഏത് സെല്ലാന്ന് ചോദിച്ചാൽ ലൂക്കോസൈഡ്സ് എന്ന് വേണം പറയാൻ. പിന്നെ ബാക്ടീരിയ ഉണ്ടെങ്കിലും നല്ല ടർബിഡ് ആയിരിക്കും. ജോണ്ടിസ് അല്ലെ അതുപോലുള്ള എന്തെങ്കിലും കണ്ടീഷൻ, ഹെമറേജ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൈനൽ കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ യെല്ലോ കളറായിരിക്കും വരിക. പിന്നെ എന്താണ്? കോബ് വെബ് അപ്പിയറൻസ് വരും ട്യൂബർകുലോ മെനിഞ്ചൈറ്റിസിൽ. അത്രയേ ഉള്ളൂ. CSFൽ നോർമലായിട്ടുള്ള സെൽ ഏതാണെന്നാണ് പറഞ്ഞത്? WBC ആണ്, ലൂക്കോസൈഡ്സ് ആണ് കേട്ടോ. ഓർത്തിരിക്കാം. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ വരുമ്പോഴത്തേക്ക് നോർമൽ CSF കണ്ടെയ്ൻസ് ലിംഫോസൈറ്റ്സ് ഓൺലി. ഓക്കെ, ലിംഫോസൈറ്റ് യെസ്, അതെ, ഞാൻ ലൂക്കോസൈറ്റ്സ് എന്നല്ല പറഞ്ഞത്, അതായത് WBC എന്നല്ല പറഞ്ഞത്. WBCയിൽ ലിംഫോസൈറ്റ്സ് ആണ് മെയിനായിട്ട് ഉണ്ടാവുക. അതാണ് ഓപ്ഷനിൽ ഉണ്ടാവുക കേട്ടോ. ലിംഫോസൈറ്റ്സ് എന്നുണ്ടെങ്കിൽ ലിംഫോസൈറ്റ്സ് എന്ന് തന്നെ കുത്തണേ. ലിംഫോസൈറ്റ്സ് ആണ് കോമൺ ആയിട്ട് നോർമലിൽ ഉണ്ടാവുക. നോർമൽ CSF കണ്ടെയ്ൻസ് ലിംഫോസൈറ്റ്സ് ഓൺലി. പോളിമോർഫ്സ് ആർ പ്രസൻറ്റ് ഓൺലി ഇൻ പത്തോളജിക്കൽ കണ്ടീഷൻസ്. യെസ്, ഓക്കെ. പോളിമോർഫ്സ് പത്തോളജിക്കൽ കണ്ടീഷനിലാണ് ഉണ്ടാവുക. നോർമലി ഉള്ള സെൽസ് ഏതാണെന്ന് ചോദിച്ചാൽ ലിംഫോസൈറ്റ് തന്നെ ഓപ്ഷനിൽ നിന്ന് എടുത്ത് കുത്തണം കേട്ടോ. എനിക്ക് മിസ്റ്റേക്ക് വീണ്ടും തെറ്റിപ്പോയതാണ്. ലിംഫോസൈറ്റ് ആണ് ഞാൻ ഓർത്തത്, പക്ഷേ ലൂക്കോസൈറ്റ്സ് എന്നാണ് വായി വന്നത്. ലൂക്കോസൈറ്റ്സ് അല്ല, ലിംഫോസൈറ്റ്സ് ആണ് നോർമലി പ്രസൻ്റ് ആയിട്ടുള്ളത് കേട്ടോ. യെസ്, പോളിമോർഫ്സ് ആർ പ്രസൻറ്റ് ഓൺലി ഇൻ പത്തോളജിക്കൽ കണ്ടീഷൻ. നോർമൽ സെൽ കൗണ്ട് എന്ന് പറയുന്നത് 0 to 5 ലിംഫോസൈറ്റ്സ് പെർ ക്യൂബിക് mm ആണ് കേട്ടോ. സെൽ കൗണ്ട് ഈസ് ഡൺ ബൈ ഡയലൂട്ടിങ് 1/10. എന്താ പറയുക, നമ്മൾ CSFലെ സെൽ കൗണ്ട്, ലിംഫോസൈറ്റിൻ്റെ സെല്ല് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു എന്താ പറയുക, ഡയലൂട്ടിംഗ് ഫ്ലൂയിഡുമായിട്ടുള്ള ആ റേഷ്യോ എന്ന് പറയുന്നത് 1:10 ആയിരിക്കും കേട്ടോ. ഓക്കെ, യെസ്, ആൻഡ് കൗണ്ടിങ് ഈസ് ഡൺ ബൈ യൂസിങ് ഇംപ്രൂവ്ഡ് ന്യൂബാർ കൗണ്ടിങ് ചേമ്പർ ഓർ ഫിഷ് റോസെന്താൾ കൗണ്ടിങ് ചേമ്പർ. നേരത്തെ പറഞ്ഞ പോലെ കൗണ്ടിങ് ചേമ്പർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡയലൂട്ടിംഗ് ഫ്ലൂയിഡുമായിട്ടുള്ള റേഷ്യോ 1:10, അതായത് 1 ഡ്രോപ്പ് CSFന് 10 ഡ്രോപ്പ് ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് കൗണ്ട് ചെയ്യുന്നത്. നോർമലായിട്ടുള്ള സെല്ല് ലിംഫോസൈറ്റ് ആണ്. 0 to 5 ലിംഫോസൈറ്റ്സ് ആണ് നമ്മൾ കോമൺ ആയിട്ട് കൗണ്ട് പറയാനുള്ളത്. പിന്നെ ഇൻക്രീസ്ഡ് സെൽ കൗണ്ട് ഈസ് സീൻ ഇൻ മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ്, പോളിയോമൈലൈറ്റിസ്, സിഫിലിസ് എക്സെട്ര. ദെൻ ഡിഫറൻഷ്യൽ സെൽ കൗണ്ട്. സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ഡിഫറൻഷ്യൽ സെൽ കൗണ്ട് എന്ന് പറയുന്നത് ലീഷ്മാൻ സ്റ്റെയിൻ ആണ്. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ സെൽ കൗണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത് ലീഷ്മാൻ സ്റ്റെയിൻ ആണ്. ഇൻക്രീസ്ഡ് ലിംഫോസൈറ്റ് പെർസെൻറ്റേജ് ഇൻഡിക്കേറ്റ് വൈറൽ ഇൻഫെക്ഷൻ ആൻഡ് ഇൻക്രീസ്ഡ് ന്യൂട്രോഫിൽ ഇൻഡിക്കേറ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അതായത് ന്യൂട്രോഫിൽ കൂടുതലുണ്ടെങ്കിൽ അവിടെ ബാക്ടീരിയ എന്ന് ഓർക്കുക. ലിംഫോസൈറ്റ് പെർസെൻറ്റേജ് കൂടുതലാണെങ്കിൽ എന്തോ വൈറൽ ഇൻഫെക്ഷൻ നമ്മുടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഡിഫറൻഷ്യൽ സെൽ കൗണ്ടിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ലീഷ്മാൻ സ്റ്റെയിൻ ആണ്, ഓർക്കണേ. ദെൻ കെമിക്കൽ എക്സാമിനേഷൻ. കെമിക്കൽ എക്സാമിനേഷൻ ഇൻക്ലൂഡ് ഗ്ലൂക്കോസ്, പ്രോട്ടീൻ, ക്ലോറൈഡ്. അപ്പം നമ്മൾ CSF എടുത്തിട്ട് കെമിക്കൽ എക്സാമിനേഷൻ നടത്തുമ്പോൾ എന്തൊക്കെ ഉണ്ടോയെന്ന് നോക്കുന്നത് ഗ്ലൂക്കോസ്, പ്രോട്ടീൻ, ക്ലോറൈഡ്. നോർമൽ പ്രോട്ടീൻ കണ്ടൻറ്റ് ഇൻ CSF എന്ന് പറയുന്നത് 15 to 40 മില്ലിഗ്രാം പെർസെൻറ്റേജ് ആണ്. അതായത് 0.15 to 0.45 ഗ്രാം പെർ ലിറ്റർ വരും. 15 മുതൽ 40 മില്ലിഗ്രാം പെർസെൻറ്റേജോ അങ്ങനെ ഓർത്താൽ മതി. ഗ്ലോബുലിൻ ഈസ് ദ മേജർ പ്രോട്ടീൻ പ്രസൻറ്റ്. ഓർത്തിരിക്കുക. ഏതാണ് മെയിനായിട്ടുള്ള സെല്ല്? ലിംഫോസൈറ്റ് ആണ്. ഏതാണ്? ലിംഫോസൈറ്റ് ആണ്. മെയിനായിട്ടുള്ള പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിൻ ആണ്. CSF പ്രോട്ടീൻ ഈസ് ഇൻക്രീസ്ഡ് ഇൻ അക്യൂട്ട് മെനിഞ്ചൈറ്റിസ്, സബറാക്നോയിഡ് ഹെമറേജ് എക്സെട്ര. സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ ദ CSF പ്രോട്ടീൻ ഡിറ്റർമിനേഷൻ. CSF പ്രോട്ടീൻ അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ്. ഓർത്തിരിക്കണം. Sulfosalicylic acid test is usually used for the CSF protein determination. Pandy's test is used to detect എന്തിനു വേണ്ടിയിട്ടാണ് Pandy's test? CSF protein. ഇതും CSF പ്രോട്ടീന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. രണ്ട് ടെസ്റ്റ് പറഞ്ഞു. സൾഫോസാലിസിലിക് ആസിഡ് ആണ്. ഇറ്റ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ ദ CSF പ്രോട്ടീൻ എസ്റ്റിമേഷൻ. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു ടെസ്റ്റാണ് പാൻഡീസ് ടെസ്റ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് CSF പ്രോട്ടീൻ. ചോദിച്ചിട്ടുണ്ട്. നോർമൽ CSF ഗ്ലൂക്കോസ് ലെവൽ വരുന്നത് 40 to 70 മില്ലിഗ്രാം പെർസെൻറ്റേജ് ആണ്.
ഓക്കെ 40-70 മറ്റേ നമ്മുടെ പ്രോട്ടീൻ പറഞ്ഞത് 15-40 മില്ലിഗ്രാം പെർസെൻറ്റേജ് ആണ്. ഇത് 40-70 മില്ലിഗ്രാം പെർസെൻറ്റേജ് ആണ് നോർമൽ CSF ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് ലെവൽ ഈസ് യൂഷ്വലി ഡിക്രീസ്ഡ് ഇൻ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്, സ്മോൾ ഇൻക്രീസ് ഈസ് നോട്ടീസ്ഡ് ഇൻ പോളിയോമൈലൈറ്റിസ്, എൻസെഫലൈറ്റിസ്, ബ്രെയിൻ ട്യൂമർ എക്സെട്ര. കുറഞ്ഞതെന്ന് വെച്ചാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്, മറ്റുള്ള കണ്ടീഷനിലൊക്കെ പൊതുവെ കൂടുകയാണ്. ഇൻ ഡയബറ്റിസ് ദ CSF ഗ്ലൂക്കോസ് ലെവൽ ഈസ് ഇൻക്രീസ്ഡ് നോർമലി അബൌട്ട് 60-80% ഓഫ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. കേട്ടോ, അത്രയും കൂടുതലായിരിക്കും. ഷുഗർ ആണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഊഹിക്കാമല്ലോ കൂടുതലായിരിക്കും. മെത്തേഡ് എംപ്ലോയിഡ് ഫോർ ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ CSF ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ഓൾസോ. സാധാരണ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ഉള്ള മെത്തേഡ് തന്നെയാണ് CSF സാമ്പിൾ ഉപയോഗിക്കുന്നത്. ദെൻ നോർമൽ CSF ക്ലോറൈഡ് ലെവൽ പറയുന്നത് 115 മുതൽ 125 മില്ലി ഇക്വലൻ പെർ ലിറ്റർ ആണ്. ഓക്കെ, ഒരു ലിറ്ററിൽ എന്നുള്ള കണക്കിലാണ് മില്ലി ഇക്വലൻ പെർ ലിറ്റർ എന്ന് പറയും. ഇറ്റ് ഡിക്രീസസ് ഇൻ ഓൾ ടൈപ്പ് ഓഫ് മെനിഞ്ചൈറ്റിസ്. 115 125 ഓർത്തിരിക്കണം. 115. സോ നോർമൽ ക്ലോറൈഡ് ലെവൽ എത്രയാ? നോർമൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, നമ്മുടെ ബ്ലഡ് സാമ്പിളിൽ CSFലാണ് പറയുന്നത് 115 മുതൽ 125 മില്ലി ഇക്വലൻ പെർ ലിറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഡിക്രീസസ് ഇൻ ഓൾ ടൈപ്പ് ഓഫ് മെനിഞ്ചൈറ്റിസ്. CSF ക്ലോറൈഡ് ഈസ് യൂഷ്വലി എസ്റ്റിമേറ്റഡ് ബൈ ഏത് മെത്തേഡാണ്? ടൈട്രിമെട്രിക് മെത്തേഡ്. ഓക്കെ, ടൈട്രിമെട്രിക് മെത്തേഡ്. ഓക്കെ അല്ലേ? യെസ്, യാ, ഓക്കെ. അപ്പം ഈ കെമിക്കൽ എക്സാമിനേഷൻ മൊത്തത്തിൽ ഞാൻ പറയാം. അപ്പം മെയിനായിട്ട് പറഞ്ഞത് നമ്മൾ നോക്കുന്നത് പ്രോട്ടീൻ ഉണ്ടോ എന്ന് നോക്കും. ഗ്ലോബലിനാണ് മെയിൻ പ്രോട്ടീൻ. നോർമൽ ലെവൽ വരുന്നത് 15 മുതൽ 40 മില്ലിഗ്രാം പെർസെൻറ്റേജ് ആണ് വരുന്നത്. പിന്നെ നോക്കുന്നത് പാൻഡീസ് ടെസ്റ്റ് പ്രോട്ടീൻ അറിയാനാണ്. സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ് പ്രോട്ടീൻ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഗ്ലൂക്കോസ് ആണ് നോക്കുന്നത്. ഗ്ലൂക്കോസിൻ്റെ നോർമൽ 40-70% ആണ് നോർമലി CSFിൽ ഗ്ലൂക്കോസ് ഉള്ളത്. സാധാ ടെസ്റ്റുകൾ തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നത്. പിന്നെ പറഞ്ഞത് CSF ക്ലോറൈഡ് 115 മുതൽ 125 മില്ലി ഇക്വലൻറ്റ് പെർ ലിറ്റർ ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ടൈട്രിമെട്രിക് മെത്തേഡ് ആണെന്നും പറഞ്ഞു. ജസ്റ്റ് ഞാനിതൊന്ന് പാരഗ്രാഫ് ഒന്ന് വായിച്ചേക്കാം. Chemical examination include glucose, protein and chloride. Normal protein content is 50-40 milligram percentage. Globulin is a major protein present. CSF protein is increased in acute meningitis, subarachnoid hemorrhage, etc. Sulfosalicylic acid test is usually used for the CSF protein determination. Normal CSF glucose level is 40-70 milligram percentage. Level is usually decreased in bacterial meningitis. Small increase is noticed in poliomyelitis, encephalitis, brain tumors, etc. In diabetes, the CSF glucose level is increased normally about 60-80% of the blood glucose level. Method employed for the blood glucose estimation can be used for CSF glucose estimation also. Normal CSF chloride level is 115-125 milliequivalent per liter and is decreased in all type of meningitis. CSF chloride is usually estimated by titrometric method. Other body fluid include pleural, pericardial, peritoneal. നമ്മൾ പറഞ്ഞില്ല. യെസ്, CSF കഴിഞ്ഞിട്ട് CSFിൻ്റെ കൂടെ നമ്മുടെ ഹെഡിങ് ഉണ്ടായിരുന്നു ആൻഡ് അതർ ബോഡി ഫ്ലൂയിഡ്സ് എന്നുള്ളത്. അത് ഏതൊക്കെയാണ്? പ്ലൂറൽ, പെരികാർഡിയൽ, പെരിറ്റോണിയൽ, അസൈറ്റിക് ഫ്ലൂയിഡ്, സൈനോവിയൽ ഫ്ലൂയിഡ്, ഗാസ്ട്രിക് ജ്യൂസ് എക്സെട്ര. The general approach of laboratory study is the same as a CSF physical examination, microscopic examination, bacteria culture, chemical examination. ഈ പറഞ്ഞ പോലൊക്കെ തന്നെ ഉള്ളൂ ഇതിൻ്റെയൊക്കെ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. Synovial fluid is the fluid found around the joint examination in order to assist in the diagnosis of joint arthritis, gout or infection of the joint. Septic arthritis എന്ന് പറയും. അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. യെസ് ഓക്കെ. അപ്പം ഓർത്തിരിക്കുക, സൈനോവിയൽ ഫ്ലൂയിഡ് ഈസ് ഫൗണ്ട് ഇൻ അറൗണ്ട് ദ ജോയിൻറ്റ്. അത് ഓർത്തിരിക്കുക, ജോയിൻറ്റിൽ കാണുന്ന ഫ്ലൂയിഡ് ഏതാണെന്ന് ചോദിക്കും. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ പിള്ളേരെ? ലൈക്ക് ഏതൊക്കെയായിരുന്നു? പ്ലൂറൽ നമ്മുടെ ലങ്സിന് ചുറ്റും, പെരികാർഡിയൽ ഹൃദയത്തിന് ചുറ്റും, പെരിറ്റോണിയൽ സ്റ്റൊമക്കിന് ചുറ്റും, അസിറ്റിക് ഫ്ലൂയിഡ് എവിടെയാണ് വരുന്നത്? സൈനോ ഫ്ലൂയിഡ് നമ്മുടെ എന്താടോ സൈനോ ഫ്ലൂയിഡ് ഇപ്പോൾ പറഞ്ഞു ജോയിൻറ്റിന് ചുറ്റും, ഗ്യാസ്ട്രിക് ജ്യൂസ് നമ്മുടെ ആമാശയത്തിൽ നിന്ന് വരുന്നത്. അസിറ്റിക് ഫ്ലൂയിഡ് എവിടെയാണ് കാണുന്നത്? അതും കൂടി അറിയാവുന്നൊരു കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. യെസ്, അപ്പം ഇത്രയുമാണ് നമ്മൾക്ക് എന്തുള്ളത് ബോഡി ഫ്ലൂയിഡ്സ് വരുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ എക്സാമിനേഷൻ, കെമിക്കൽ എക്സാമിനേഷൻ, ഈ CSFിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്താ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് പല ടെസ്റ്റ്, ബയോകെമിക്കൽ ടെസ്റ്റ്, ബാക്ടീരിയോളജിക്കൽ ടെസ്റ്റ് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് അയക്കുന്നു എന്നുള്ളത് CSFിൻ്റെ പോലെ തന്നെയാണ്. മെയിനായിട്ടും ഈ CSFിൻ്റെ കാര്യത്തിലാണ് എടുത്തു ചോദിക്കുക. എന്ത് കളക്ട് ചെയ്തിട്ട് 3 ട്യൂബിലാക്കി മാറ്റിയിട്ട് ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, സൈറ്റോളജി. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കാം, എടുത്ത് ചോദിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെയാണ് മറ്റുള്ളതും എന്നാണ് അവർ പറയുന്നത്. സെയിം ആസ് CSF ഫിസിക്കൽ എക്സാമിനേഷൻ, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ, ബാക്ടീരിയ കൾച്ചർ ആൻഡ് കെമിക്കൽ എക്സാമിനേഷൻ. ഇത് അങ്ങനെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ക്ലിനിക്കൽ പത്തോളജി തീർന്നിരിക്കാൻ തോന്നുന്നത്. നമുക്കിനി ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിലോട്ട് കിടക്കാവേ. യെസ്, ഓക്കെ, താങ്ക് യു. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. നമുക്കിനി ഇത്രയും, അതായത് ഇതുവരെയുള്ള ക്ലാസ്സുകളുടെ ഒരു റിവിഷൻ പോലെ അടുത്ത ക്ലാസ്, അതായത് പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ കേട്ട് പോകും, നമുക്കൊന്ന് ഓർമ്മയുണ്ടോ നോക്കണ്ടേ. അപ്പോൾ നമുക്ക് അടുത്തത് എല്ലാം കൂടി ചേർത്ത് റിവിഷനും ചോദിച്ച ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരാം.
വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വരുവാൻ ശ്രമിക്കാം. ഓക്കെ, ഇതുവരെയുള്ള കാര്യം നിങ്ങൾക്ക് ഉപയോഗപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, താങ്ക് യു ഗൈസ്, താങ്ക് യു. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആരെങ്കിലുമൊക്കെ പഠിച്ചു കൂട്ടുന്നേ. താങ്ക് യു.